നമസ്കാരം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,980. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യോ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സൂചിപ്പിച്ചിരുന്നത് 24,885 താഴെ നിലനിൽക്കുമ്പോൾ വീക്ക്നെസ് ആണ്. അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒരു ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ബൈ ചെയ്യാനും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വീക്ക്നെസ് ആണ്. ഈ ഒരു ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റിൽ ഒരു കൂടുതൽ വീക്ക്നെസ്. അപ്പോൾ നിഫ്റ്റിന്ന് ഓപ്പൺ ചെയ്തിട്ട് സപ്പോർട്ടിൻ്റെ ഒരു മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് സെൻറ്റിമെൻ്റ് ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് സമയം നിന്നെങ്കിലും ഇവിടെ ഒരു ചോപ്പി മൊമെൻറ്റം കാണിച്ചു. 24,885 സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്നെങ്കിലും വീണ്ടും ആ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻഡിൻ്റെ മുകളിലേക്ക് നിലനിർത്തി ബൈയിലേക്ക് കടന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇൻ കേസ് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്ത, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സെയിം ക്യാൻഡിൽ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഉപയോഗിച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത ആ സെയിം ക്യാൻഡിൽ തന്നെയാണ്, അതായത് സെയിം ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും ചെറിയ റിസ്കിൽ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷമായാലും ഈ ഒരു മൊമെൻറ്റം പിന്നീട് ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആയിരുന്നു. 24,985 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 24,985 മുകളിലേക്ക് ക്ലോസ് ചെയ്തു. അതിന് ശേഷമായാലും അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഈ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലനിർത്തുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,889. ഇപ്പോൾ നിഫ്റ്റിയിലായാലും വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ലോങ് ടൈം വ്യൂവിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് വീഡിയോസ് കാണുക. കൃത്യമായിട്ട് മാർക്കേണ്ട ഒരു ട്രെൻഡ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലായാലും ലോങ് ടൈം വ്യൂവിൽ നമുക്കൊരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 24,950 50ൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ്, പക്ഷെ നിലനിർത്തേണ്ട സപ്പോർട്ട് ശ്രദ്ധിക്കുക. ഇതൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഈ ഒരു ലെവലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് നിഫ്റ്റിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗ്യാപ്പ് ഏരിയകളൊക്കെ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണ്, നല്ല സപ്പോർട്ടിൽ കിട്ടിയാൽ ബൈ ഓപ്പർച്യൂണിറ്റി ബൗൺസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കും. റെസിസ്റ്റൻസ് ലെവലിലേക്ക് 27,200 അടുത്താണ് ഇനി റെസിസ്റ്റൻസ് വരുന്നത്. ആ ഒരു ലെവലിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, റൈറ്റ് സപ്പോർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. നമുക്ക് ഈ ഒരു ലെവൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായാലും സ്റ്റോപ്പ് ലോസ് ബിഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൊമെൻ്റം സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൻ്റെ താഴെ തൊട്ടടുത്തൊരു സപ്പോർട്ടാണ് നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം ബൈയിലേക്ക് തന്നെയാണ് സാധ്യത വരുന്നത്. അടുത്ത റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ മുകളിലേക്കുള്ളൊരു ബൈയുടെ മൊമെൻറ്റത്തിൻ്റെ സ്പീഡ് കുറയും. അതിന് ശേഷം ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ വന്നിട്ടായിരിക്കും നിഫ്റ്റിയിൽ ആ ഒരു ബൗൺസ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ബൈ ഓൺ ടിപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക. മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇൻ കേസ് എക്സ്പയറിക്ക് മുൻപ് തന്നെ ആ ഒരു ബൗൺസ് നടത്താൻ, അല്ലെങ്കിൽ എക്സ്പയറിയിൽ നല്ലൊരു ബൗൺസ് നടത്താനും ചാൻസ് ഉണ്ട്. പക്ഷേ ഡിപ്പിൽ വന്നിട്ടായിരിക്കും ആ ഒരു ബൗൺസിന് ഒരു ചാൻസ് കൂടുതൽ. ഇൻ കേസ് ഓപ്പർച്യൂണിറ്റി ഏതൊരു ലെവലിൽ കിട്ടിയാലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യുക. കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ഒരു പ്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് കുറച്ചൊരു കൺജസ്റ്റഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. കാരണം ഈ ഒരു ലെവലിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം, ഇന്നത്തെ ഒരു സെക്ഷനിൽ സംഭവിച്ചു നോക്കാം. അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നിരുന്നത്, മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ഡേയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുന്നതാണ്. അതായത് ഈ ഒരു സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ മുൻപത്തെ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് തന്നെയാണിത്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി അത് നിലനിർത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു സെക്ഷനിൽ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ബൗൺസ് ചെയ്തു. ഡിപ്പിൽ വന്നതിന് ശേഷം വീണ്ടും തിരിച്ചൊരു ബൗൺസ് ചെയ്ത് ഒരു വോളറ്റൈൽ മൊമെൻറ്റം ലാസ്റ്റ് സെക്ഷനിൽ മാർക്കറ്റിൽ കണ്ടിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ട് ഇവിടെ തന്നെയാണ്. ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ്, ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ 24,868 ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നാലാണ് മാർക്കറ്റിനൊരു
പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യത കാണുന്നത്. ഇതിൻ്റെ താഴെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷം ലോവർ ലെവലിൽ നല്ല സപ്പോർട്ട് ചെയ്ത് നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടും, നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇൻ കേസ് താഴത്തേക്ക് വന്നാലുള്ള സിറ്റുവേഷൻ ആണ് പറയുന്നത്. നമുക്ക് എല്ലാ സിറ്റുവേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. 24,772, 24,726 ഇത് രണ്ടും നല്ല സപ്പോർട്ടുകളാണ്. 726 ഹോൾഡ് ചെയ്തുകൊണ്ട് 762 മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതായത് 800-ന്റെ തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് 24,890-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റിയിൽ ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ ഒരു ലെവലിൽ വരെ, ഈ ഒരു ലോവർ ലെവലിൽ ഈ ഒരു സപ്പോർട്ട് വരെ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഷോർട്ട് സെല്ലിന് എപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. അതായത് ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് പറയുന്നൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല എങ്കിൽ 24,955-ന്റെ താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കുക. ക്ലോസ് ചെയ്താലാണ് മാർക്കറ്റിൻ്റെ ഒരു മുകളിലേക്ക് ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു സാധ്യത. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 890 ഹോൾഡ് ചെയ്തുകൊണ്ട് 920-ന്റെ മുകളിലേക്ക് 24,920 ആണിത്. തൊട്ടടുത്ത് ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഈ റേഞ്ചിൽ അങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. നമുക്ക് നാളത്തെ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്താൽ മനസ്സിലാവും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 27,003 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊരു ഓപ്പണിംഗിൽ തന്നെ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈർ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഇത് ബ്രേക്ക് ചെയ്ത ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ പോലെ തന്നെ ബ്രേക്ക് ചെയ്ത സെയിം ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, ഇതിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകളാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി വർക്ക് ചെയ്യും. അപ്പോൾ അതിനുശേഷം അതിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നത് 27,055 27,055-ന് മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ 27,135, അതുപോലെ തന്നെ 27,178 ഇതൊക്കെ റെസിസ്റ്റൻസ് ആണ്. 27,241, 27,253, 27,200-ന്റെ അടുത്തത് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അടുത്ത സപ്പോർട്ട് ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്യും. ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്. 27,055-ന്റെ മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് വരെ കിട്ടും. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. 27,003 കൂടി ബ്രേക്ക് ചെയ്താലും വീക്ക്നെസ് ആണ്. പിന്നെ അടുത്ത സപ്പോർട്ടുകൾ ഏതെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണം. പക്ഷേ സപ്പോർട്ടിൽ നിന്ന് മാത്രം. നല്ല സപ്പോർട്ടിൽ നിന്ന് വന്നിട്ട് തിരിച്ച് കയറുന്ന ഒരു സമയത്ത് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണം. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റ് റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിപ്പിൽ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുന്ന രീതിയിൽ നാളത്തെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെ ഓപ്പൺ ചെയ്തു, റെസിസ്റ്റൻസിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻറ്റ് നൽകണം. പക്ഷേ സപ്പോർട്ടിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടും. മാർക്കറ്റിലെ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്